ഹലോ, ഇന്ന് നല്ലൊരു മന്തിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു മന്തിയാണ് ചിക്കൻ മന്തി. ആദ്യം തന്നെ മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. മന്തി മസാല അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 2 ടീസ്പൂൺ നല്ല ജീരകം, 2 ടീസ്പൂൺ വലിയ ജീരകം, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, അതുപോലെ ഒരു കൈപ്പിടി നിറയെ പട്ട, അതുപോലെ 2 ടേബിൾ സ്പൂൺ മല്ലി, അതുപോലെ ഗ്രാമ്പു ഒരു 1.5 ടീസ്പൂൺ, 1 ടീസ്പൂൺ, അതുപോലെ ഒരു ബേ ലീഫും. എന്നിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് വറുത്തെടുക്കുക. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ മന്തി മസാല ചില ടൈമിൽ പുറത്തുനിന്ന് വാങ്ങിക്കും. അധികം ഇങ്ങനെ പൊടിച്ചെടുക്കല കേട്ടോ. ചെറിയ തീയിലിട്ട് വറുത്തെടുക്കുക. തീ കൂട്ടാതെ നോക്കണം കേട്ടോ. പെട്ടെന്ന് കരിഞ്ഞു പോവും. കരിഞ്ഞു പോയാൽ പിന്നെ ആ ഒരു സ്മെല്ല് കിട്ടൂല. ചെറിയ തീയിലിട്ട് നല്ലോണം വറുത്തെടുക്കുക കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഒരു 5-10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ അതിന് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ആ വറുത്തതിൻ്റെ ഒരു നല്ല സ്മെല്ല് വരും. എന്നിട്ട് അത്യാവശ്യം വറവായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ചൂടാറിയതിന് ശേഷം ബേ ലീഫ് 2-3 ബേ ലീഫ് എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലില്ലായിരുന്നു, അപ്പോൾ ഒരു ലീഫേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു വലിയ ലീഫ്. അത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് അല്ലേ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റ് കിട്ടിയിട്ട് എനിക്ക് തോന്നുന്നു അതിലേറെ ഒന്നും കൂടെ ബെറ്റർ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം, ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ കേട്ടോ. എന്നിട്ട് നമ്മൾ അതും കൂടെ വറുത്തെടുക്കുക. കരിയാതെ നമ്മൾ ആ ഒരു ചൂട് തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. തീ ഓഫ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കുക കേട്ടോ. ഇത് ഈ ഒരു അളവിൽ നമുക്ക് 2-3 ഓരോ കിലോ വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഒരു 3 കിലോ മന്തിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ നമുക്ക്. അല്ലെങ്കിൽ 2.5 കിലോന് മന്തി ഉണ്ടാക്കാം. നല്ലൊരു മസാലയുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. നമ്മളൊരു ബോട്ടിൽ അടച്ച് വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. കേടുവരൊന്നുമില്ല. ഒരു ഉണങ്ങിയ ബോട്ടിൽ എടുത്ത് വെക്കാം കേട്ടോ. വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ അത് പൂത്തു പോകും പെട്ടെന്ന്. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. നമുക്കതിന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള മന്തി മസാല നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മന്തിക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വലിയ ഉള്ളി, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, 4-5 വെളുത്തുള്ളി, 2-3 പച്ചമുളക്. നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ളത് 2 പച്ചമുളകൊക്കെ മതിയാവും കേട്ടോ, അല്ലെങ്കിൽ 2-3 പച്ചമുളക്. പിന്നെ കുറച്ച് മല്ലിയില, അതുപോലെ പുതിനയില കേട്ടോ. പുതിനയിലും മല്ലിയിലും കുറച്ചും കൂടെ കൂടുതൽ എടുത്തുകൊണ്ടു. ഞാൻ ഒരു ചിക്കനാട്ടോ എടുത്തിരിക്കുന്നത്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് കട്ട് ചെയ്ത കേട്ടോ. കട്ട് ചെയ്തെടുത്ത്, അതുകൊണ്ട് ശരിക്കിനൊന്നും ശരിയായിട്ടില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കറക്റ്റായിട്ട് അവർ കട്ട് ചെയ്ത് തരില്ലേ. ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്ത കേട്ടോ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച ആ ഒരു അരപ്പ് ഇട്ട് കൊടുക്കുക, ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് മാഗി ക്യൂബ് ഒരു 2 എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഉണക്ക നാരങ്ങ അതും എടുത്തിട്ടുണ്ട്. ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരെണ്ണം മതി. പിന്നെ നമ്മൾ ചോറ് ഊറ്റിയിടുമ്പോൾ നമുക്ക് വേണം കേട്ടോ. അതുപോലെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ പൊടിച്ച് വെച്ച മന്തി മസാല ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഉപ്പ് വേണ്ട കേട്ടോ. ഇപ്പോൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ലോണം കുറച്ച്
അതുപോലെ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വിനാഗിരി കേട്ടോ, അത് ഒഴിച്ചു കൊടുക്കണം. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ, ഒന്ന് തിളച്ചതിന് ശേഷമാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തത്. 1/2 കപ്പ്. തൊട്ടടുത്ത അടുപ്പിൽ ഞാൻ ഇത് വെക്കുന്നുണ്ട് കേട്ടോ, ചോറ് നമുക്ക് വേവിച്ചെടുക്കണ്ടേ. ബസ്മതി റൈസ് ഒരു അരമണിക്കൂർ കുതിർക്കാൻ വെച്ചിരുന്നു കേട്ടോ. നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിർക്കാൻ വെച്ചിരുന്നു. അരി വേവിക്കുമ്പോൾ അതിലേക്ക് ഒരു 2 പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ചിക്കനിലോട്ട് അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും, നമ്മൾ മാഗി ക്യൂബ് ഇടുന്നുണ്ടും ഉണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചിക്കൻ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം കേട്ടോ ഞാൻ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിനാഗിരി ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് ഒരു അത്യാവശ്യം ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. എന്നിട്ട് ഞാനൊരു പാനിൽ ഇട്ടിട്ട് എണ്ണ ഒഴിക്കുന്നില്ല, വെറുതെ ഒന്ന് ചൂടാക്കി എടുക്കുന്നു കേട്ടോ. നമുക്കൊന്ന് തീ കൂട്ടി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മറിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് എണ്ണ ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. നമ്മളെന്തായാലും ആ ചിക്കനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചുകൊണ്ട് ആ ചിക്കനിൽ ഇച്ചിരി എണ്ണ ഉണ്ടാവും. പിന്നെ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മസാല, നമുക്ക് കുറച്ചൊക്കെ വെള്ളം ചിക്കനിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മസാല നമുക്ക് കുറച്ചൊരു പകുതി മാറ്റി വെക്കാം കേട്ടോ. ഗൾഫിലാണ് കേട്ടോ ഇത് കൂടുതൽ വെക്കാറുള്ളത്. എൻ്റെ ഉമ്മ പറഞ്ഞെന്നാ കേട്ടോ അത്. അവരെപ്പോഴും ഉണ്ടാക്കുന്ന ഒരു മന്തിയാണ്. നല്ലൊരു ടേസ്റ്റ് കേട്ടത്, നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചിക്കൻ അധികം ഒന്നും വേവിക്കണ്ട കേട്ടോ, കാരണം നല്ല തീ കൂട്ടി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ചിക്കൻ ഒരു 3/4 വേവ് വെന്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ദമ്മിടലാണ്. തിളച്ചിട്ട് അരി ഇട്ട് കൊടുക്കുക. നമ്മൾ അരമണിക്കൂർ കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കുക. നല്ലോണം വേവരുത്, ഒരു 3/4 വേവാകുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് നമ്മൾ ആ പാനിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ വെക്കുന്ന ആ ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ നമുക്ക് ചോറ് ഊറ്റിയിടുക കേട്ടോ. അധികം വേവരുത്, വെന്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ. മന്തിയിൽ ചോറ് വേവാതെ നമ്മൾ നോക്കണമല്ലേ. ചിക്കന് അത്യാവശ്യം ഇത്ര വലുപ്പമാകുമ്പോഴേ നമ്മളൊന്ന് വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അത് വെന്ത് കിട്ടില്ല. ഇത്രയും വലുപ്പമല്ലേ, ചെറിയ ചെറിയ പീസാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ വെന്ത ചോറ് നമ്മൾ ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മന്തി മസാല ഒരു ടീസ്പൂണ് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഉണക്ക നാരങ്ങയും പച്ചമുളകും ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ നമ്മൾ മാറ്റി വെച്ച മസാല ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ചിക്കൻ്റെ ആ വെള്ളം, ആ എണ്ണയൊക്കെ, ആ എണ്ണ മതി. അതിനകത്ത് എണ്ണ ഉണ്ടാവും കേട്ടോ. നമ്മൾ വേറെ അത്ര 1/2 കപ്പ് എണ്ണ മതിയാവും കേട്ടോ. എന്നിട്ട് അതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ചോറിട്ട് കൊടുക്കുക. എന്നിട്ടും അതിൻ്റെ മുകളിൽ ഈ മന്തി മസാലയും ഒരു ടീസ്പൂൺ കേട്ടോ, അതുപോലെ തന്നെ ഈ മസാലയും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് പച്ചമുളകൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള കേട്ടോ ഇട്ട് കൊടുത്ത്, ഒരു നാരങ്ങ ഇട്ട് കൊടുത്ത്, കുറച്ച് മന്തി മസാലയും ഈ മറ്റേ ഇറച്ചിൻ്റെ മസാലയൊക്കെ ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ കേട്ടോ, ഒരു അരമണിക്കൂർ ചെറു തീയിലിട്ട് നമുക്ക് ദമ്മിടാം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്.
പിന്നെ കുരുമുളകും നമ്മൾ ആ മസാലയിൽ കുരുമുളകൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് പിന്നെ അതുപോലെ നമ്മൾ പച്ചമുളക് 2 പച്ചമുളകിൻ്റെ എരിവും ഒരുപാട് സ്പൈസസ് ഒന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളവർക്ക് കുറച്ച് പച്ചമുളകൊക്കെ ചേർത്താൽ മതി കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. താങ്ക്